ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മാങ്ങ വെച്ചിട്ടുള്ളൊരു നല്ലൊരു മാംഗോ അടാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാംഗോ അടാണ്. അപ്പം മാങ്ങ ഇപ്പോൾ സീസണല്ലേ, അപ്പം നല്ല പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പൾപ്പാക്കി എടുക്കുക. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അത് നന്നായിട്ട് ഈ രീതിയിലൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്തത്. അത് ഞാനൊരു 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാംഗോൻ്റെ പൾപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് ഒരു ഇളം ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇളം ചൂട് ഒരു 1/4 കപ്പ് കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ പരുവെന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസ് കിട്ടണം കേട്ടോ നമ്മളെ ഈ മാവ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കേട്ടോ മാവ് കിട്ടണം. ഈ രീതിയിൽ മാവ് കിട്ടണം കേട്ടോ. ഈ രീതിയിൽ നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം മാവ് കേട്ടോ. നല്ല മാംഗോൻ്റെ ഒരു മണമാണ് വരുന്നത് നമ്മളത് ഈ മിക്സ് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ അത് അങ്ങനത്തെ ശർക്കര ആണ് എടുത്തത്. അത് നിങ്ങൾക്ക് എത്ര മധുരം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കുക. പാനിയാക്കിയതിന് ശേഷം ഇതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ, അല്ലാതെ കല്ലുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്നത് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിനാണല്ലോ നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാനുള്ളത്, ആവി കയറ്റി എടുക്കാനുള്ളത്. അപ്പോൾ ഇത് ഒന്ന് വാട്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ശർക്കര ഒക്കെ പാനിയായി വന്ന് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കട്ടോ തേങ്ങൻ്റെ അളവൊക്കെ. അപ്പോൾ ഞാൻ കറക്റ്റ് ഇത് നമ്മളെ മെൽറ്റായി വന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടോ, ചെറിയ ജീരകം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ചുപ്പ് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഏലക്കാപ്പൊടി ജീരകമൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പണ്ടൊന്ന് മാറ്റി വെക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ ജീരകവും ഏലക്കായും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ഇഡ്ഡലി തട്ടില്ലേ, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമാണ് ഞാൻ വെച്ചത്. അതിൽ നമുക്ക് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അത് വെച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ചൂടാക്കാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇല കഷ്ണാക്കി മാറ്റി വെച്ചിട്ടുണ്ട് വാഴൻ്റെ ഇല. അപ്പോൾ ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ഒരു 2 ടീസ്പൂണ് പശുനെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ല മണവും നല്ല രുചി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നെയ്യൂടി ചേർത്താൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മാവുള്ളത് കേട്ടോ. ഇനി നമുക്ക് വാഴൻ്റെ ഇലയിൽ പരത്തിയെടുക്കുക. നമ്മൾ ദോശമാവിന് പരത്തിയെടുക്കുന്ന ആദ്യം ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള അട കിട്ടും. നമുക്കിങ്ങനെ നേർമായിട്ട് പരത്തിയെടുക്കുമ്പോൾ നേർങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമ്മളെ തേങ്ങാപ്പണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് മടക്കിയിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. 30 മിനിറ്റ് വേവിക്കണം കേട്ടോ. ഒന്ന് ആവി കയറ്റിയെടുക്കണേ. നമുക്ക് ലൂസായിട്ടുള്ള മാവാൻ കൊണ്ട് നന്നായിട്ട് വെന്ത് വരണത് കേട്ടോ. അപ്പോൾ അത് എനിക്കൊരു 10 അട കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ 5 ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് പിന്നെ 5 രണ്ടാമത് അങ്ങനെ 2 ട്രിപ്പായിട്ട് വെച്ചിട്ട് ചെയ്തെടുത്തതാട്ടോ ഞാൻ. 30 മിനിറ്റ് എടുക്കും കേട്ടോ നമുക്കിത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഒരു 5 ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ആവി കയറ്റി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാംഗോ അട റെഡി ആയിട്ടുണ്ട്. മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു തേങ്ങൻ്റെ അടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈവനിങ്ങിനൊക്കെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. നമുക്ക് പൊരിച്ചതൊക്കെ കഴിക്കുന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഡയറ്റിനൊക്കെ പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനത്തതൊക്കെ കഴിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരക്ക് പകരം പഞ്ചസാര യൂസ് ചെയ്യട്ടോ. അപ്പോൾ അത് നല്ല അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻസൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയിട്ടോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബായ്.